നമസ്കാരം പ്രിയരെ. ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമല്ലോ അല്ലേ? നമ്മുടെ മന്ത്രിസ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ടൈമിൽ നിന്നും മാറിപ്പോയ മണിയാശനാണിത്. ഇത്തവണയും നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാവോ? വാങ്ങിച്ച് തിന്നിട്ട് വോട്ട് കൊണ്ടേ മാറ്റിക്കുത്തിയെന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൻ്റെ എന്തോ എടുത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ കൊടുത്ത് വിതരണം ചെയ്തിട്ട് നന്ദികേട് കാണിച്ച രീതിയിലാണ് വർത്തമാനം വരുന്നത്. അങ്ങനെയാണോ വേണ്ടത്? ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം അതിൻ്റെ ഒരു വിഹിതം അവർക്കും അർഹതയുള്ളതാണ്. സർക്കാരിലേക്ക് അവർ ഏതെല്ലാം ഇനത്തിലാണ് നികുതിപ്പണം അടച്ചു പോരുന്നത്? അപ്പോൾ ഈ സർക്കാരിലേക്ക് നൽകുന്ന നികുതിപ്പണത്തിന് ഒരു വിഹിതം പ്രായമെത്തുമ്പോൾ അവർക്ക് സാമൂഹികക്ഷേമ പെൻഷനായിട്ട് ഏതൊരു സർക്കാർ വന്നാലും കൊടുക്കണം. അത് CPM ആവട്ടെ, UDF ആവട്ടെ, അതേപോലെ തന്നെ BJP ആവട്ടെ, ഏത് പാർട്ടിക്കാരായാലും അത് ഒരു പാർട്ടിക്കാരുടെയും തറവാട്ട് സ്വത്തായിട്ടോ കുടുംബ സ്വത്തായിട്ടോ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതുമല്ല. പിന്നെ ഇദ്ദേഹത്തിന് എന്താ ഇത്ര നോവേണ്ട വല്ല കാര്യമുണ്ടോ? പാർട്ടി വിജയപരാജയങ്ങളൊക്കെ പതിവാണ്. ജനങ്ങൾ അവർക്ക് നല്ലതെന്ന് തോന്നുന്നതിലേ അവർ നിലനിർത്തുകയുള്ളൂ. അവർ വിചാരിക്കാത്ത തരത്തിൽ, അവരാഗ്രഹിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയായിട്ട് ഏത് പാർട്ടി മുന്നോട്ട് വന്നാലും അവർ അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും. അതുതന്നെയായിരിക്കും അവർക്കിഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചില നിലപാടുകളുമായിട്ട് അഹങ്കാരം നിറഞ്ഞ വർത്തമാന ശൈലിയായിട്ട് കടക്കു പുറത്തെന്ന് പറയുന്ന ചില ശൈലിയായിട്ട് സർക്കാരിനുള്ളിൽ കയറിപ്പറ്റിയിരിക്കുന്ന ചിലരെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരക്കാരെയൊക്കെ ഇരുത്താനായിട്ടുള്ള ഏറ്റവും നല്ല അവസരം ജനാധിപത്യ വേദികളാണ്. ഈ ജനാധിപത്യ വേദികളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. പൗരസമൂഹത്തിനറിയാം ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അപ്പോൾ എല്ലാം ശരിയാക്കാം, അല്ലെങ്കിൽ എല്ലാം ശരിയാകും LDF വന്നാൽ എന്ന പ്രകടന പത്രികയുമായിട്ട് ഒരു സമയത്ത് കയറി വന്ന പാർട്ടിയായിരുന്നു. ആ പാർട്ടിയുടെ അണിയറയിൽ നിൽക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് ഉണ്ടായിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? അദ്ദേഹം എന്താ പറയുന്നതെന്ന് നോക്കാം. അദ്ദേഹത്തിന് തീരെ നന്ദികേടായിപ്പോയെന്ന്, പിന്നല്ലാതെ അദ്ദേഹം കാണിച്ചതേ നന്ദികേടായിപ്പോയെന്നു. എന്തൊരു കഷ്ടമായിപ്പോയി അല്ലേ ഈ നന്ദികെട്ട പെരുമാറ്റം കാണിക്കാനായിട്ട്. എന്താണ്, തമ്പ്രാൻ്റെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നോ ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്ത് കൊടുത്ത പെൻഷൻ പൈസ? അതുകൊണ്ട് തമ്പ്രാനെ അതിൻ്റെയൊക്കെ കാര്യമില്ല നന്ദികേടായിപ്പോയെന്ന് പറയണ്ട കേട്ടോ. നന്ദികേട് എന്താ വിചാരിക്കുന്നേ? അപ്പോൾ അതുകൊണ്ട് നന്ദികേട് എന്ന് പറയുന്നതിന് സ്വയം ചിന്തിച്ചുകൊണ്ട് മാത്രമേ പറയാവുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ പൗരബോധമുള്ള ജനസമൂഹം തെറ്റായ രീതിയിൽ ജനപ്രതിനിധികളായിട്ട് ഭരണാധികാരികൾ മാറുമ്പോൾ അവർ ചിന്തിക്കും. വീണ്ടും വിചാരത്തോടു കൂടി മാത്രമേ പിന്നീട് അവർ പെരുമാറുകയുള്ളൂ. അപ്പോൾ ആ വീണ്ടും വിചാരത്തോടു കൂടി അവർ വോട്ട് ചെയ്തത് നന്ദികേടായി പോയെങ്കിൽ അത് നന്നായി പോയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുക, വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് വീണ്ടും വരട്ടെ എന്നോടൊപ്പം സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.